വേർഡ് പ്രസ്സിൽ ഉണ്ടാക്കിയപ്പോൾ ഡൊമൈൻ വാങ്ങണം, സെർവർ വാങ്ങണം, കുറെ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഷോപ്പിഫൈയിൽ അങ്ങനെയല്ല. ഷോപ്പിഫൈയിൽ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർവർ ഓൾറെഡി അതിലുണ്ടാവും. മീൻസ് ഓൺലൈൻ നിങ്ങൾക്ക് അതിലോട്ട് നേരെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് അതിൽ തന്നെ ഇ കൊമേഴ്സ് ഉണ്ടാക്കി പോകുന്ന രൂപത്തിലാണ്. വേർഡ് പ്രസിന്റെ പോലെ അല്ല. വേർഡ് പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിനെന്ത് ചെയ്യണം, സെർവറിലോട്ട് ആഡ് ചെയ്യുന്ന രൂപത്തിലാണ്. സെർവറിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യണം. ഇതങ്ങനല്ല. സെർവറും കംപ്ലീറ്റ്ലി ഷോപ്പിഫൈന്റെ ഇൻഹൗസിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് shopify.com എന്ന് പോയിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തു, ഒരു സ്റ്റോർ അവിടെ ഉണ്ടാക്കാൻ പറ്റും. ആ സ്റ്റോർ ഒരു ഡൊമൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടുകൂടി ആ സ്റ്റോർ അവിടെ ആക്ടിവേറ്റ് ആയി. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡാഷ്ബോർഡ് ഉണ്ടാവും, സ്റ്റോർ മാനേജ് ചെയ്യാം. ഓൺ ബോർഡിങ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, കമ്പ്യൂട്ടർ തൊടാതെ നിങ്ങൾക്ക് മൊബൈലിൽ മാത്രം ചെയ്യാൻ പറ്റിയ രൂപത്തിൽ അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഷോപ്പിഫൈ എന്നുള്ളത്. പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പ് സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസ് ഇതെല്ലാം ജസ്റ്റ് മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത്.